ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, നിരവധി പേരാണ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്താണ് സംസ്കാര ചടങ്ങുകളെന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം എപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും? വിനീത, വൈകിട്ട് 6 മണിക്ക് ശേഷം മൃതദേഹം റോഡ് മാർഗം തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഹൻലാലിന്റെ വസതിയിലേക്ക് വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടന്റെ അമ്മ, അത് മലയാളികളുടെ അമ്മയായി മാറുന്ന ഒരു കാഴ്ച, അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിനു വേണ്ടി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. മമ്മൂട്ടി ഉൾപ്പെടെ സംവിധായകൻ ജോഷി, ഫാസിൽ, മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ, രമേശ് പിഷാരടി, നാദൃഷയെ പോലെയുള്ള സിനിമാ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. പൊതുദർശനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിലെ ദർശനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ എങ്ങനെയാണ് അമ്മയെ ചേർത്ത് നിർത്തിയിരുന്നതും ഹൃദയസ്പർശിയായ അമ്മയെക്കുറിച്ച് സംസാരിച്ചതൊക്കെ തന്നെ കഴിഞ്ഞ കാലം അത്രയും നമ്മൾ കേട്ടതായിരുന്നു, കണ്ടതായിരുന്നു. ഏറ്റവും ഒടുവിൽ അമ്മയുടെ, ശാന്തമ്മയുടെ 89ാം ജന്മദിനത്തിൽ വലിയ തിരക്കുകളുണ്ടായിരുന്ന ലാലേട്ടൻ വീട്ടിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച, പിന്നീട് വലിയ പരിപാടികളൊക്കെ തന്നെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ സംഘടിപ്പിച്ചതായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് അമ്മയെ ഇങ്ങോട്ടേക്ക് മോഹൻലാൽ തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഈ രോഗവുമായി ബന്ധപ്പെട്ട് അമ്മ ചികിത്സയിലായിരുന്നു. രോഗം അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു കൊച്ചി എളമക്കരയിലേക്ക് മോഹൻലാൽ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് തേവരയിൽ മറ്റൊരു വസതിയുണ്ട്. പക്ഷേ ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് എളമക്കരയിൽ ഒരു വീട് വാങ്ങുന്നു, അങ്ങോട്ടേക്ക് അമ്മയെ കൊണ്ടുവരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഡോക്ടേഴ്സ് അടങ്ങുന്ന ചികിത്സാ സംഘം ഈ വീട്ടിലേക്ക് എത്തിയായിരുന്നു. ഇവിടെ വെച്ച് തന്നെയായിരുന്നു ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത്. ഓരോ ഘട്ടത്തിലും മോഹൻലാൽ അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എത്ര വലിയ തിരക്കുള്ള സമയമാണെങ്കിലും, ഷൂട്ടിംഗ് തിരക്കിന്റെ സമയമൊക്കെ തന്നെയാണെങ്കിലും, ജന്മദിനം പോലെയുള്ള സുവിശേഷ സമയങ്ങളിലൊക്കെ തന്നെ ലാലേട്ടൻ പ്രിയപ്പെട്ട അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഹൃദയസ്പർശിയായി, എത്രത്തോളം വാചാലനായി സംസാരിക്കുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടതാണ്. മോഹൻലാൽ ഉൾപ്പെടുന്ന, മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ ഈ അവസാന സമയത്തും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് രോഗം മൂർച്ഛിച്ച ഒരു വിവരമറിഞ്ഞ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കൊച്ചിയിലെ ഒരു ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്തായാലും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തിരുവനന്തപുരത്താണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:30 ശേഷം മൃതദേഹം ഇവിടെ നിന്നും റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയതാരം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത്. ഏറെ നേരം മോഹൻലാലുമായി ചെലവഴിച്ചതിന് ശേഷമാണ് മമ്മൂട്ടി ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടിക്കും സ്വാഭാവികമായിട്ടും ഏറെക്കാലമായി ഈ വീട്ടിൽ ശാന്തയമ്മ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ തന്നെ വിശ്രമത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ മമ്മൂക്ക പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങോട്ടേക്ക് സന്ദർശനം നടത്തിയിരുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു സാഹചര്യമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. സംവിധായകരായിട്ടുള്ള ജോഷി, ഫാസിൽ അടങ്ങുന്ന ആളുകൾ, ചലച്ചിത്ര മോഹൻലാലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹവുമായി സൗഹൃദമുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയും. സജോ ദേവസി കൂടി ചേരുകയാണ്. സജോ, ദീർഘനാളായി വയ്യാതിരിക്കുകയായിരുന്നു. പക്ഷെ എപ്പോഴും വീട്ടിലേക്ക് എത്തുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ഒക്കെയാണ് തൻ്റെ സന്തോഷം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറെ വൈകാരികമായൊരു ബന്ധം തന്നെയായിരുന്നു മോഹൻലാലിന് അമ്മയുമായി ഉണ്ടായിരുന്നത്, അല്ലേ? വിനീത, തലമുറകൾക്ക് മഹാനടനാണ് മോഹൻലാൽ. ആ മോഹൻലാലിന്റെ അമ്മ മലയാളത്തിന്റെയും അമ്മയാകുന്നത് ആ കാരണം കൊണ്ടുകൂടിയാണ്. മലയാളത്തിന്റെ മഹാനടനെ നട്ടുനനച്ച് വെള്ളവും വളവും നൽകിയ അമ്മ, ആ മാതൃവാത്സല്യത്തെക്കുറിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ മോഹൻലാൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയോടുള്ള ആ വൈകാരിക അടുപ്പം, ആ മാതൃവാത്സല്യം തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിലുള്ള സ്വാധീന ശക്തിയായി മാറി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ മാതൃസ്നേഹത്തെക്കുറിച്ചുള്ള എത്രയോ സന്ദർഭങ്ങൾ, പരിപാടികളിലൊക്കെ ആവർത്തിച്ച് മോഹൻലാൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വൈകാരിക അടുപ്പം, ഈ അസുഖം, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ, പക്ഷാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അമ്മയെ എത്തിക്കുകയും കൊച്ചിയിലെ ആശുപത്രിയിലെ ചികിത്സയുടെ ഭാഗമായി കൂടിയാണ് എളമക്കരയിലെ വീട്ടിൽ ചികിത്സയിൽ തുടരുകയും ഒക്കെ ചെയ്തത്. അതിനിടെ ഏറ്റവും ഒടുവിൽ, അതായത് തൻ്റെ മകൻ്റെ ചലച്ചിത്ര സബരിയിലെ ഏറ്റവും ഉന്നതമായ നേട്ടങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായ ശേഷമാണ് ആ അമ്മ ധന്യമായ തൻ്റെ ജീവിതം
അവസാനിപ്പിച്ച് മടങ്ങുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി മോഹൻലാൽ കൊച്ചിയിലേക്ക് എത്തി നേരെ വീട്ടിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകി നേരെ വീട്ടിലേക്കാണ് പോയത്. അത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുകൂടാതെ 89-ാം വയസ്സിൽ ഒരു പിറന്നാൾ ആഘോഷ പരിപാടി മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ആവർത്തിച്ച് വളരെ വൈകാരികമായ കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിരുന്നു. അപ്പോൾ ശാന്തകുമാരി അമ്മ ഓർമ്മയാകുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വൈകാരിക വിടവ് ഉറപ്പായും ഉണ്ടാകും. നീത. ശരി, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.